ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഇപ്പോൾ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊഡക്ഷൻ നമ്പർ 7 വിനായകനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിക്കുന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നാഗർകോവിലാണ് സിനിമ ചിത്രീകരണം തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സിനിമയുടെ ചിത്രീകരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കൊടൂര വില്ലനായി മമ്മൂക്ക എത്തുന്നു എന്നുള്ള വാർത്തയോടുകൂടി തന്നെ, ആ ഒരു തലക്കെട്ടോടുകൂടി തന്നെയാണ് സോഷ്യൽ മീഡിയ എതിരേറ്റത്. ഇന്ന് മമ്മൂട്ടി ആ സിനിമയിൽ ജോയിൻ ചെയ്യുകയാണ്. നമുക്കറിയാം, സമീപകാലത്ത് വ്യത്യസ്തത പുലർത്തുന്ന സിനിമകളാണ് മമ്മൂക്കയിൽ നിന്ന് കാണുന്നത്. അതായത് ഏറെ വ്യത്യസ്തത പുലർത്തുന്നു എന്നാണ് അഭിപ്രായപ്പെടുന്നത്. മറ്റൊന്നുമല്ല, നേരത്തെയും മമ്മൂക്കയിൽ നിന്നുള്ളതെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായ, അതിൽ നിന്ന് വിഭിന്നമായി അതിനെ മുന്നോട്ട് ചലിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ തന്നെയാണ്. വീണ്ടും മമ്മൂട്ടിയിൽ നിന്ന് ഒരു വില്ലൻ വേഷം വരുന്നു എന്നുള്ളത്. ഇവിടെ വിനായകനും മമ്മൂക്കയും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നുള്ളത് തന്നെ ഹൈലൈറ്റ്. ജയിലറിന് ശേഷം മികച്ച ഒരു പ്രകടനമാണ് വിനായകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള നടന്മാർക്ക് വെച്ച് നീട്ടിയിരുന്ന ഈ ഒരു അവസരം ഇന്ന് വിനായകൻ്റെ കയ്യിലെത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ റോളിന് ഏറ്റവും അനുയോജ്യൻ അദ്ദേഹം തന്നെയാണ്. അർഹിക്കുന്ന കൈകളിലേക്ക് തന്നെയാണ് അത് എത്തിയിരിക്കുന്നത്. ഒപ്പം മമ്മൂക്ക കൂടെ കൂടുമ്പോൾ മികച്ച ഒരു സിനിമ കാണാമെന്നുള്ള ഒരു ഉറപ്പും നമുക്ക് ലഭിക്കുകയാണ്. എന്താണെങ്കിലും ഈ സിനിമയുടെ ഒരു ചിത്രീകരണം വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടിയുടെ ഭാഗം വെറും 20 ദിവസങ്ങൾ മാത്രമാണ് എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. ഇതിനു മുമ്പ് ഉള്ള പല സിനിമകളിലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഭ്രമയുഗം പോലെയുള്ള സിനിമകളിൽ മമ്മൂക്കയുടേതായി 20ഓളം ദിവസം, 18 or 19 ദിവസം മാത്രമേ മമ്മൂക്കയുടെ ഷൂട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ സിനിമ പുറത്ത് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ, അതായത് മാസങ്ങളോളം എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മമ്മൂക്കയെ പോലെ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിലുള്ള സിനിമകളിലേക്ക് ഫ്രെയിം ചെയ്തു പോരാനായിട്ട്. 1-2 ദിവസങ്ങൾ മാത്രം മതി മമ്മൂക്കയ്ക്ക് ഇങ്ങനെയുള്ള സിനിമകൾക്ക്. എന്താണെങ്കിലും കൊടൂര വില്ലനായി എത്തുമ്പോൾ 20 ദിവസത്തെ ഷൂട്ടിങ്ങാണ് മമ്മൂക്കയുടെ ഭാഗത്ത് നിൽക്കുന്നതെങ്കിൽ 40 ദിവസത്തിന് മുകളിലുള്ള ഷൂട്ടിങ്ങാണ് സിനിമയ്ക്ക് മൊത്തത്തിലുള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ചിത്രത്തിലേക്ക് ചേക്കാനാൻ മമ്മൂക്ക തയ്യാറാകുകയാണ്. നവംബർ പകുതിയോടുകൂടി തന്നെയാണ് മമ്മൂക്കയുടെ അടുത്ത സിനിമ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. എന്താണേലും ഇന്ന് നാഗർകോവിൽ സെറ്റിൽ മമ്മൂക്ക എത്തുമ്പോൾ ആ ഒരു സ്റ്റിലിൽ മമ്മൂക്ക തന്നെ പങ്കുവച്ചിരിക്കുകയാണ്. അത് ഒന്ന് കാണാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്യാം. ഗ്രേറ്റ് മീഡിയാസ്.